അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത 9 വിഭാഗം ആളുകളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് കുഴപ്പം ഉണ്ടാക്കുന്നവര്. അല്ലാഹുവിന് ഇഷ്ടമില്ല. ഫസാദ് ഉണ്ടാക്കുന്നവർ, പ്രശ്നം ഉണ്ടാക്കുന്നവർ, അവരെ അല്ലാഹുവിന് ഇഷ്ടമില്ല എന്നതാണ്. അപ്പോൾ നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നവർ ആവാൻ പാടില്ല. കുഴപ്പം ഉണ്ടാക്കുന്നവർ ആവാൻ പാടില്ല. അത് വീട്ടിലാവട്ടെ, നാട്ടിലാവട്ടെ, കുടുംബത്തിലാവട്ടെ, ഇങ്ങനെ പ്രശ്നങ്ങൾ നാം ഉണ്ടാക്കാൻ പാടില്ല. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു വിഭാഗം ആളുകളാണ്. ഇനി രണ്ടാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ പരിധി ലംഘിക്കുന്നവരെയും അല്ലാഹുവിന് ഇഷ്ടമില്ല. ധൂർത്തടിക്കുന്നവർ, ആവശ്യത്തിൽ കൂടുതൽ സാധനം ഉപയോഗിക്കുക. അതാണ് ധൂർത്തടിക്കുക എന്ന് പറഞ്ഞാല്. ആവശ്യത്തിൽ കൂടുതൽ സാധനം ഉപയോഗിക്കുക. അത് വെള്ളമാവട്ടെ, ഭക്ഷണമാവട്ടെ, വസ്ത്രമാവട്ടെ, അങ്ങനെ എന്തുമാവട്ടെ, ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അത് അല്ലാഹുവിന് ഇഷ്ടമല്ല. വെറുതെ പൈസ അനാവശ്യമായി കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ച് നഷ്ടപ്പെടുത്തി കളയുന്നവർ, അവരെ അല്ലാഹുവിന് ഇഷ്ടമില്ല. അപ്പോൾ നമ്മൾ ധൂർത്തടിക്കുന്നവരാവരുത് ഇൻഷാ അല്ലാഹ്. അനാവശ്യമായി പണം ചെലവഴിച്ചാൽ നാളെ നമ്മളോട് ചോദിക്കും, നീ എന്തിന് ചെലവഴിച്ചു എന്ന് റബ്ബ് ചോദിക്കുമ്പോൾ നാം അതിനെല്ലാം ഉത്തരം പറയേണ്ടതായി വരും. അതുകൊണ്ട് നാം ശ്രദ്ധിച്ച് ആവശ്യത്തിന് മാത്രം നമ്മുടെ പൈസയൊക്കെയായാലും ചെലവാക്കാൻ നോക്കുക. അനാവശ്യത്തിന് നമ്മൾ ഒരിക്കലും ചെലവാക്കരുത്. മൂന്നാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ പരിധി വിട്ട് പ്രവർത്തിക്കുന്നവർ. അല്ലാഹുവിന് ഇഷ്ടമില്ല. അങ്ങനെ പറഞ്ഞാൽ അല്ലാഹു ഓരോന്നിനും ഓരോ നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. അത് കടന്നു പ്രവർത്തിക്കുന്നവർ, ആ നിയമങ്ങളും ലംഘിച്ച് പ്രവർത്തിക്കുന്നവർ, അവരെ അല്ലാഹുവിന് ഇഷ്ടമില്ല. ആ അല്ലാഹുവിന്റെ നിയമങ്ങൾ ഒക്കെ പാലിക്കാതെ അതിരുവിട്ട് പ്രവർത്തിക്കുന്നവർ, അവര് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നാലാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം കാണിക്കുന്നവർ. വളരെ അധികം അഭിമാനം പറയുക. അല്ലാഹുവിന് കൊടുത്തതല്ല എല്ലാവർക്കും സമ്പത്താവട്ടെ, വീടാവട്ടെ, വാഹനമാവട്ടെ, അതെല്ലാം അല്ലാഹു ഓരോരുത്തർക്കും കൊടുത്തതാണ്. സൗന്ദര്യമാവട്ടെ, ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി കൊടുത്തതാണ്. അപ്പോൾ അതിൽ എങ്ങനെ അഹങ്കരിക്കുക, അതിൽ ഇങ്ങനെ പൊങ്ങച്ചം പറയുക? അങ്ങനെ പറയുന്നവർ അല്ലാഹുവിന് ഇഷ്ടമില്ല. പിന്നെ എങ്ങനെ പറയണം? അല്ലാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് എനിക്കിതൊക്കെ കിട്ടി, അല്ലെങ്കിൽ അല്ലാഹു എനിക്കിതൊക്കെ നൽകി, അൽഹംദുലില്ലാ എന്ന നിലക്ക് വേണം നാം അല്ലാഹുവിനെ സ്തുതിച്ച് വേണം പറയാൻ. ഒരിക്കലും പൊങ്ങച്ചം കാണിക്കാൻ പാടില്ല. അങ്ങനെയുള്ള വിഭാഗം ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമില്ല. അഞ്ചാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ മതിമറന്ന് ആഹ്ലാദിക്കുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമില്ല. മതിമറന്ന് ആഹ്ലാദിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് എന്ത് ചെയ്യും? സമ്പത്ത് എല്ലാം കൊടുക്കും. അപ്പോൾ അവർ അല്ലാഹുവിനെ മറന്ന് അവര് ആഘോഷിക്കും. അല്ലാഹുവിനെ മറന്നവരെ അല്ലാഹുവിന് ഇഷ്ടമില്ല. അങ്ങനത്തെ ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റബ്ബ് സമ്പത്തൊക്കെ തന്നും എല്ലാം തന്നാലും അല്ലാഹുവിനെ ഓർക്കാണ്ട് മതിമറന്ന് ആഹ്ലാദമായി സന്തോഷമായി ജീവിതം നയിക്കും. അങ്ങനെ ജീവിക്കരുത്. എപ്പോഴും റബ്ബിനെ സ്തുതിക്കണം, അൽഹംദുലില്ലാ പറയണം. എന്ത് നാം ചെയ്യുമ്പോഴും അതിനെല്ലാം റബ്ബിനോട് ഹംദ് പറയണം. കാരണം ഇതെല്ലാം ആര് തന്നതാണ്? റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആറാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ നന്ദി കെട്ട കുറ്റവാളികളെയും അല്ലാഹുവിന് ഇഷ്ടമില്ല. ഇതൊക്കെ ഖുർആൻ പറഞ്ഞതാണ് ട്ടോ. ആരാണ് നന്ദി കെട്ട കുറ്റവാളികൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നന്നാവാത്ത മനുഷ്യന്മാര്, എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത മനുഷ്യന്മാര്. അങ്ങനത്തെ ആളുകൾ, അവർക്ക് എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല, എത്ര വഴക്ക് പറഞ്ഞിട്ടും അല്ലെങ്കിൽ എത്ര വഴന്നു പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനത്തെ നന്ദി കെട്ട ആളുകൾ, അവരെ അല്ലാഹുവിന് ഇഷ്ടമില്ല എന്നതാണ്. ഏഴാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ അക്രമികളെ അല്ലാഹുവിന് ഇഷ്ടപ്പെടുകയില്ല. എന്ന് ചോദിച്ചാൽ അക്രമികളായ ആളുകൾ, വെറുതെ ആക്രമം ചെയ്യുന്നവർ, അവരെ അല്ലാഹുവിന് ഇഷ്ടമില്ല.
എട്ടാമത്തെ വിഭാഗം ആളുകൾ എന്നു പറഞ്ഞാൽ വഞ്ചകന്മാരെയും അല്ലാഹുവിന് ഇഷ്ടപ്പെടുകയില്ല. വഞ്ചകന്മാർ പറ്റിക്കുക, അങ്ങനെ ചെയ്യുന്ന ആളുകൾ വഞ്ചിക്കുക, അങ്ങനത്തെ വഞ്ചകന്മാരെ അല്ലാഹുവിന് ഇഷ്ടമില്ല. ഒരാൾ അറിയാതെ അയാളെ വഞ്ചിക്കുക, അയാൾക്ക് വലിയ നഷ്ടം വരുത്തുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമില്ല. ഒമ്പതാമത്തെ വിഭാഗം ആളുകൾ എന്നു പറഞ്ഞാൽ അഹങ്കാരികളെയും അല്ലാഹുവിന് ഇഷ്ടമില്ല. അഹങ്കാരം എന്നു പറഞ്ഞാൽ കിബർ ഉള്ള ആളുകളെയും അല്ലാഹുവിന് ഇഷ്ടമില്ല. പിന്നെ അല്ലാഹുവിന് ഇഷ്ടം ആരെയാണ്? വിനയമുള്ള ആളുകളെയാണ് അല്ലാഹുവിന് ഇഷ്ടം. അഹങ്കാരം കാണിക്കുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമില്ല. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ആളുകൾ. അപ്പോൾ ഇതിൽ നമ്മൾ പെട്ടുപോവരുത്. നമ്മൾ പെട്ടുപോവാണ്ട് നോക്കുക. കാരണം അല്ലാഹുവിന് വിനയമുള്ള ആളുകൾ നല്ല വിനയത്തോടെ സംസാരിക്കും. പെട്ടെന്ന് ദേഷ്യം പിടിക്കാണ്ട് നല്ല വിനയമുള്ള ആളുകളെയാണ് അല്ലാഹുവിന് ഇഷ്ടം. ഇൻഷാ അല്ലാ ഇതിലാണ് അല്ലാഹുവിന് ഇഷ്ടമുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ ദുആ വസിയത്തോടെ.